തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പിനൊരുങ്ങിയിരിക്കുകയാണ് കേരളം. 7 തെക്കൻ ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ജനഹിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ് മുന്നണികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം കഴിഞ്ഞ് വോട്ടെടുപ്പിന് സജ്ജമാണ് പോളിംഗ് ബൂത്തുകൾ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്തും കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയനും ചേരുന്നു. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, നാളെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ ഒരുക്കങ്ങളും, പോളിംഗ് ബൂത്തുകളിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ ശ്രീജിത്ത്? ദിലീപ്, സംസ്ഥാനത്തെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലാണ് നാളെ പോളിംഗ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 മണി വരെ നീണ്ടു നിൽക്കുന്ന വോട്ടെടുപ്പിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. രാവിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികളുമായി എത്തിയിരിക്കുകയാണ്. 7 ജില്ലകളിലായി 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. 1,32,00,000 പരം വോട്ടർമാരാണ് നാളെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ പോകുന്നത്. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. മൊത്തം 480 പ്രശ്നബാധിത ബൂത്തുകളാണ് ഈ തെക്കൻ മേഖലയിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ്. 186 പ്രശ്നബാധിത ബൂത്തുകൾ തിരുവനന്തപുരത്തുണ്ട്. ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ സാധാരണയുള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഒപ്പം തന്നെ വെബ്കാസ്റ്റിംഗ് പോലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും വോട്ടെടുപ്പിനെ ബാധിക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വോട്ടെടുപ്പിനുള്ള സമാധാനമായി നടക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയെന്ന് നമുക്ക് പറയാം. എന്തായാലും വോട്ടെടുപ്പിൻ്റെ നിശബ്ദ പ്രചാരണത്തിലുള്ള ദിവസമായിരുന്നു ഇന്ന്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ ഏറെ സമയം വിനിയോഗിച്ചത്. തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ KPCCയുടെ മുൻ പ്രസിഡന്റായ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാരും അവരവരുടെ മുന്നണികൾക്ക് വേണ്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീടുകൾ കയറുന്നത് കാണാമായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ആവേശം ഏതാണ്ട് 3 ആഴ്ചക്കാലമായി കൊട്ടിക്കയറിയ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. ശ്രീജിത്ത്, നാളെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാനത്ത് ശ്രദ്ധാകേന്ദ്രമാകുന്നത് തിരുവനന്തപുരം നഗരസഭ കൂടിയാണ്. തിരുവനന്തപുരം നഗരസഭയിലും നാളെ വോട്ടെടുപ്പ് നടക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ആ മത്സരം? അവസാന ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ദിലീപ്, ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ മൊത്തം 3 നഗരസഭകളുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭ വാശിയേറിയ മത്സരം നടക്കുന്ന നഗരസഭ തിരുവനന്തപുരമാണ്. ദിലീപ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ അത്യന്തം വാശിയേറിയ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. നഗരസഭാ ഭരണം നിലനിർത്താൻ LDF, തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്, അവിടെ അട്ടിമറി ജയം നേടാൻ BJP എന്നതാണ് തിരുവനന്തപുരത്തെ മത്സരത്തെ ആവേശകരമാക്കുന്നത്. എല്ലാ മുന്നണികളെയും പ്രചാരണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ നയിക്കുന്നത് മുൻനിര നേതാക്കന്മാരാണ് എന്നതും ശ്രദ്ധേയമായിരുന്നു. 1995 മുതൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഏതാണ്ട് ഇടതിൻ്റെ കുത്തകയാണെന്ന് പറയാം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയായിരുന്നു 95 മേയർ. പിന്നീട് ഇങ്ങോട്ട് LDFന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും LDFൻ്റെ ഭരണമാണ് ഇവിടെ നടന്നത്. 95 മുതലുള്ള ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മികവിൽ തങ്ങൾക്ക് ഭരണം പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് BJP നേതൃത്വം വെച്ചു പുലർത്തുന്നത്. ഇടയ്ക്ക് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും BJPക്ക് ഇത്തവണ റിബൽ ശല്യം ഇല്ലായിരുന്നു. എന്നാൽ UDFനും LDFനും തിരുവനന്തപുരം നഗരസഭയിലെ വിവിധ വാർഡുകളിലായി 5 വീതം റിബലുകളുണ്ട്. ഈ റിബലുകൾ പലരും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നവരും ആണ്. അതുകൊണ്ട് തന്നെ ആര് ഭരണം പിടിക്കുമെന്ന കാര്യം ഇപ്പോഴും പ്രവചനാതീതമാണ്. അത്രയ്ക്ക് വാശിയേറിയ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. കാരണം 3 മുന്നണികളും ഒരുപോലെ നഗരസഭാ ഭരണം പിടിക്കാൻ മത്സരിക്കുമ്പോൾ ഫലം എന്താണെന്ന കാര്യം വലിയ ആകാംക്ഷ ഒന്നായി മാറുകയാണ്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.